അപ്പോൾ ഇന്ന് ഇവിടെ ഈ വർഷത്തെ ഇലക്ഷനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇലക്ഷൻ ബൂത്തിൽ അത്യാവശ്യം തന്നെ തിരക്കുണ്ടെന്ന് നമുക്ക് കാണാം. ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. രോഗിലേക്ക് മത്സരിക്കുന്ന ഉദയധാരയാണുള്ളത്. ഉദയധാരയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മനാട് ഭരിക്കാനോട്ടെ തിന്മ പമ്പ കടക്കാനോട്ടെ ചമ്പുറച്ച പുലിക്കാനെന്നോട്ടെ രേഖപ്പെടുത്തിയതിനു ശേഷം നമ്മൾക്ക് സ്ഥാനാർത്ഥിയെ എന്താണ് പറയുന്നത്? ഇലക്ഷന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം എല്ലാ വിജയികളും നമുക്ക് എല്ലാവർക്കും ചോദിക്കാം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച ഫിനാൻസ് ശേഷം താങ്കൾ പ്രതീക്ഷിക്കുന്നു? മത്സരം നടന്ന ഒരു സ്ഥാനമായിരുന്നു കായിക വിജയിച്ച അനക്ക നമ്മളോട് എന്താണ് പ്രകടിപ്പിക്കാതിരുന്നതാണ് എനിക്കറിയായിരുന്നു ഞാനത് വിജയിക്കാം. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് പറയാനുള്ളത്? എന്താണ് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായ രാജി മിസ്സിന്റെ അടുത്ത് നമുക്ക് ഈ വർഷത്തെ ഇലക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. എന്താണ് ഈ വർഷവും കുട്ടികളും പതിവ് പോലെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ നടന്ന ഈ ഇലക്ഷനിൽ വളരെ ഭംഗിയായിട്ട് പങ്കെടുത്തു. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നതിൽ വളരെയധികം പ്രത്യേകം താല്പര്യം കാണിച്ചു. തിരികെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. അടുത്തതായി നമ്മളോടൊപ്പം ചെയ്യുന്നത് ശാന്തി ആണ്. എങ്ങനെയുണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ടുള്ള ഇലക്ഷനായിരുന്നു. ഇതുവരെ ഈ ക്യാമ്പസ് കാണാത്ത രീതിയിലുള്ള ക്യാമ്പസ് അലങ്കരിച്ചു. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള കുട്ടികളായിരുന്നു. അവരുടെ കൂടെ ഓരോ പ്രസംഗത്തിനായ വളരെ ഗംഭീരമായി ഇലക്ഷൻ എന്ന് പറയുന്ന ദിവസം ആഘോഷമായി. എന്താണ് പറയുന്നത്? ഇലക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്യാമറാമാൻ ആനന്ദ വൈഷ്ണവിനോടൊപ്പം ദേവികൃഷ്ണ സൈനിക.